എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അന്തിത്തിരി ഉഴിയൽ, ഇങ്ങനെ ഒരു കർമ്മം, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ പ്രയോജനം, ആര് എപ്പോൾ ആർക്കു വേണ്ടി ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മുടെ കുട്ടികൾ ഒന്ന് നന്നായി പഠിച്ചു വരികയായിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും പറയും ഈ കുട്ടി മിടുക്കനാണ്, നല്ല സ്വഭാവമാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടിയെ കണ്ടു പഠിക്കൂ, ഇങ്ങനെയൊക്കെ എല്ലാവരും നമ്മുടെ കുട്ടിയെ പറ്റി പറയും. കുറച്ച് കാലം അങ്ങോട്ട് കഴിയുമ്പോൾ ഈ കുട്ടി അങ്ങ് ഉഴപ്പാൻ തുടങ്ങും, നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു അവസ്ഥ വരും. അത്രയും കാലം നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യരെ കൊണ്ട് ചീത്ത വർത്തമാനം പറയിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും. ചില കുട്ടികൾ മടി കൊണ്ട് പുസ്തകം തുറക്കുക പോലും ചെയ്യില്ല. അല്ലെങ്കിൽ ചില കുട്ടികൾ പഠിക്കും, പക്ഷേ അവർക്ക് വേണ്ട വിധത്തിലുള്ള മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കുകയുമില്ല, മാർക്ക് കിട്ടില്ല, പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചില മക്കൾക്ക് ജോലിയൊക്കെ കിട്ടി അവർ ഒന്ന് നന്നായിയൊക്കെ വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി അവരുടെ ജോലി നഷ്ടപ്പെടും. ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും, അവർക്ക് ജോലി കിട്ടാതെ വരും. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിനുള്ള ഒരു ദൈവികമായ ഒരു പ്രതിവിധിയാണ് ഈ അന്തിത്തിരി ഉഴിയൽ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ 28 കെട്ട് എന്ന് പറയും. കൊച്ചു കുഞ്ഞുങ്ങളുടെ 28 ദിവസമാകുമ്പോൾ പേരിടുന്ന ഒരു ചടങ്ങുണ്ട്. ആ സമയങ്ങളിൽ ഇതുപോലെ തിരി ഉഴിഞ്ഞ് ഇടാറുണ്ട്. അത് കൺദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. നെഗറ്റീവ് എനർജികളുടെ ശക്തി നമ്മുടെ കുഞ്ഞിൻ്റെ മേൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉഴിഞ്ഞിടുന്നത്. അത് തെക്കൻ കേരളത്തിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു സമ്പ്രദായമാണ്. വടക്കൻ കേരളത്തിലും ഉണ്ടാകാം, എനിക്കത്ര നിശ്ചയമില്ല, എങ്കിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. പക്ഷേ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പറയുന്നത് അല്പം മുതിർന്ന ആളുകളുടെ കാര്യമാണ്, മുതിർന്ന കുട്ടികൾ, ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന മുതിർന്ന കുട്ടികളെ അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടിയും മഞ്ഞളിൻ്റെ പൊടിയും കുറച്ച് ചുണ്ണാമ്പും മേടിക്കുക എന്നുള്ളതാണ്. ഒരു വൃത്തിയും വെടുപ്പുമുള്ള ഒരു തളിക, ഒരു പ്ലേറ്റ് എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് ജലം ഒഴിക്കുക, ആ ജലത്തിലേക്ക് അല്പം മഞ്ഞപ്പൊടി കലർത്തുക, അതിനകത്തേക്ക് ചുണ്ണാമ്പ് കലർത്തുക, നന്നായി അത് യോജിപ്പിക്കുക. ഇപ്പോൾ ആ ജലത്തിന് ചുവന്ന നിറമായിരിക്കും, ഗുരുതി വെള്ളം അല്ലേ. നെഗറ്റീവ് എനർജികളെ ഒഴിപ്പിക്കുന്നതിനും ദൃഷ്ടിദോഷങ്ങൾ മാറുന്നതിനുമൊക്കെ തന്നെ ഈ ഒരു പുണ്യ ജലത്തിന് വലിയ കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ആ പ്ലേറ്റിനകത്തേക്ക് ഒരു 3 മാവിൻ്റെ ഇലകൾ, നീളമുള്ള മാവിൻ്റെ ആ ഒരു തണ്ടോടുകൂടി ഇലകൾ 3 എണ്ണം, അല്ലെങ്കിൽ 3 ആൽമരത്തിൻ്റെ 3 ഇലകൾ, അല്പം കൊമ്പോടുകൂടി എടുത്ത് വെക്കാൻ പറ്റുന്നെങ്കിൽ ശ്രേഷ്ഠം. അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠം ഇലഞ്ഞി എന്ന മരത്തിൻ്റെ കൊമ്പോടുകൂടിയുള്ള 3 ഇലകൾ. ഇനി ഇതും കിട്ടിയില്ലെങ്കിൽ പ്ലാവിൻ്റെ ഇലയായാലും മതി. ഇലഞ്ഞിയാണ് ഏറ്റവും ശ്രേഷ്ഠം, മാവിൻ്റെ ഇലയും അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. 3 എണ്ണം ഈ ഒരു വെള്ളത്തിനകത്തേക്ക്, ഈ ഒരു അരുത്ത വെള്ളത്തിനകത്തേക്ക്, ഈ ഒരു ചുണ്ണാമ്പും മഞ്ഞളും കലർന്ന ആ ഒരു ജലത്തിനകത്തേക്ക്, ആ പാത്രത്തിലേക്ക് എടുത്ത്
വെക്കുക. അതിനുശേഷം 3 തിരികൾ എണ്ണയിൽ നനച്ചിട്ട് നമ്മൾ ആ പാത്രത്തിൻ്റെ ആ വക്കുഭാഗത്ത് നമ്മളിങ്ങനെ വെക്കുക. അതായത് കുറച്ച് ഭാഗം നമ്മൾ ആ ജലത്തിൻ്റെ ആ ഭാഗത്തേക്ക് കിടന്നാലും തെറ്റില്ല. ആ ഒരു പ്ലേറ്റിൻ്റെ വക്കുഭാഗത്തായിട്ട് നമ്മൾ 3 എണ്ണത്തിരികൾ നനച്ച് തെളിയിച്ച് വെക്കുക. അപ്പം നമ്മുടെ പ്ലേറ്റിനകത്ത് ജലമുണ്ട്, അതായത് ഈ ഗുരുതി വെള്ളമുണ്ട്, കമ്പോട് കൂടിയ ഇലകളുണ്ട്. ആ പ്ലേറ്റിൻ്റെ വങ്കുഭാഗത്തായി 3 തിരികൾ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അതിനുശേഷം ആരെയാണോ നമ്മൾ ഉഴിയേണ്ടത് അവരെ കിഴക്കോട്ട് തിരിച്ച് നിർത്തുക. അതിനുശേഷം ക്ലോക്ക് വൈസായിട്ട് ഇവരെ അടിമുടി ഉഴിയുക. അതായത് കാല് മുതൽ തല വരെ അങ്ങനെ വീണ്ടും തിരിച്ച് ക്ലോക്ക് വൈസിൽ, അതായത് ക്ലോക്ക് എങ്ങനെയാണോ കറങ്ങുന്നത് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉഴിയുക. 3 തവണ ഉഴിയുക. ഉഴിയുന്ന സമയത്ത് ആരെയാണോ ഉഴിയുന്നത് അവരോട് കണ്ണടച്ചു നിന്നുകൊണ്ട് നമഃശിവായ മന്ത്രം ജപിക്കാനായി പറയണം. ആരാണോ ഉഴിയുന്നത് അവരും നമഃശിവായ മന്ത്രം ജപിച്ചിട്ട് വേണം ഉഴിയാനായിട്ട്. 3 തവണ ക്ലോക്ക് വൈസിൽ ഉഴിഞ്ഞതിന് ശേഷം ഈ ജലം വടക്കു ഭാഗത്തേക്ക് എന്തു ചെയ്യുക? കളയുക. ഇതാണ് ഈ ഒരു ആചാര രീതി. ഇത് അടുപ്പിച്ച് 3 ദിവസം ചെയ്യാം, 5 ദിവസം ചെയ്യാം, 7 ദിവസം ചെയ്യാം. അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നമുക്ക് ഒരു ദോഷസ്ഥിതി ഉള്ളത് ആ സമയത്ത് ചെയ്യാം. 1 ദിവസം, 3 ദിവസം, 5 ദിവസം, പരമാവധി 7 ദിവസം വരെ ചെയ്യാം. ദോഷം കൂടുതലാണെങ്കിലാണ് 7 ദിവസം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരിൽ ബാധിച്ചിരിക്കുന്ന കണ്ണേറു ദോഷവും മറ്റുള്ള ആളുകളുടെ ദൃഷ്ടിദോഷവും പ്രാക്കുദോഷവും നെഗറ്റീവ് എനർജികളുമൊക്കെ മാറിപ്പോകും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ആർക്കും ദോഷമില്ലാത്ത ഒരു സമ്പ്രദായമാണ്. ഈ ഒരു ജലം മാവിലയോടുകൂടി തിരിയോടുകൂടി നമ്മുടെ വടക്കു ഭാഗത്തേക്കാണ് ഒഴിച്ച് കളയേണ്ടത്. ഈ കാര്യമൊന്ന് ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മുതിർന്ന കുട്ടികളെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 28 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ ഈ രീതിയിലല്ല ചെയ്യുന്നത്, അത് മറ്റൊരു രീതിയിലാണ്. ഇവിടെ അല്പം മുതിർന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടി അവരുടെ വീട്ടുകാർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എവിടെങ്കിലും ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്, ഒരുപാട് ദൃഷ്ടിദോഷവുമൊക്കെ ആയിട്ടാണ് വരുന്നത്, അങ്ങനെ ഉണ്ടെങ്കിലും ഈ രീതിയിലൊരു കർമ്മം ചെയ്ത് അവരെ അകത്തേക്ക് കയറ്റാവുന്നതുമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക. മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കാത്ത ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് സന്തോഷമായി ജീവിക്കുക. ഹരേ കൃഷ്ണ.